മഴതോരും മുൻപേയുടെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരാനും ആരും മറക്കരുത്. വൈജയുടെ ആവലാതികളെല്ലാം ഒരു ചെവി കൊണ്ട് ശ്രദ്ധിച്ചു കേട്ടതിന് ശേഷം മറ്റേ ചെവി കൊണ്ട് അത് അവഗണിച്ചു കളയണമെന്നും അവളുടെ കൂടെയാണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് തന്നെ സപ്പോർട്ടെല്ലാം മറുവശത്ത് കൊടുക്കണമെന്നും ഗംഗാധരൻ തൻ്റെ രണ്ടനിയന്മാരോടും പറയുന്നുണ്ട്. അത് കേട്ട രാജീവ് അവൾ ചിലപ്പോൾ ഡിവോഴ്സിന് പോയാൽ പ്രശ്നമാവില്ലേ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഗംഗേട്ടൻ അവളാദ്യം ബെഡിൽ നിന്ന് എഴുന്നേൽക്കട്ടെ എന്നിട്ടല്ലേ ബാക്കി എന്ന് പറയുന്നുണ്ട്. അലീനയെ കടപ്പാട്ടൂരിൽ നിന്ന് മാറ്റാൻ ബാലചന്ദ്രൻ സമ്മതിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന രാജീവിനോട് സമയമെടുക്കും എന്ന് ഗംഗാധരൻ പറയുന്നുണ്ട്. പിള്ളേരെ നല്ലപോലെ ശ്രദ്ധിക്കണം എന്നും ഗംഗാധരൻ പറയുന്നുണ്ട്. പിള്ളേരുടെ പോക്കും വരവും ഫ്രണ്ട്ഷിപ്പും എല്ലാം ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അമ്മയെ ഗംഗേട്ടൻ കടപ്പാട്ടൂര് കൊണ്ടുപോയി ശിവനോട് ആക്കണം എന്നും പറയുന്നുണ്ട്. അലീന അമ്മയെ നല്ലപോലെ നോക്കുമെന്നും ഒരു കൈത്താങ്ങ് കിട്ടിയാൽ അമ്മ എഴുന്നേറ്റ് നടക്കുമെന്നും ഗംഗാധരൻ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് അമ്മയെ ചെന്ന് കാണുന്ന ഗംഗാധരൻ അമ്മയോട് കടപ്പാട്ടൂരേക്ക് പോയി താമസിക്കണമെന്നും അലീന നല്ലപോലെ നോക്കുമെന്നും മാത്രമല്ല വൈജയന്തിയെ അമ്മ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവളെ സമ്മതിപ്പിക്കണമെന്നും ഉപദേശിക്കണമെന്നും നല്ല രീതിയിൽ അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണമെന്നെല്ലാം പറഞ്ഞ് അമ്മയെയും ഗംഗാധരൻ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചതിന് ശേഷം മനുവിനെയും കൂട്ടി ഗംഗാധരൻ കടപ്പാട്ടൂരേക്ക് യാത്രയാവുകയാണ്. മാലതിയുടെ വിളി വന്നതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഗംഗാധരൻ മാറുമ്പോൾ കോളിംഗ് ബെൽ അടിക്കുന്നത് മനുവാണ്. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് അലീന വന്ന് വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് മനുവിനെയാണ്. രണ്ടുപേരും പരസ്പരം പുഞ്ചിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഗംഗാധരൻ വരികയും ചെയ്യുന്നുണ്ട്. അച്ഛൻ എവിടെ എന്ന് ചോദിക്കുന്ന ഗംഗാധരനോട് അച്ഛൻ മുകളിലാണെന്ന് പറയുന്നുണ്ട് അലീന. അതെന്താ വൈജി ഇല്ലല്ലോ, പിന്നെ എന്താ അയാൾ താഴെ ഇറങ്ങാത്തത് എന്ന് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനും അത് ചോദിച്ചു, പക്ഷേ പോയ ആൾക്ക് തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കിട്ടിരിക്കുക ആ മുറി എന്നാണ് അലീന അച്ഛൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മുടെ കൃഷ്ണമോൾ വരുന്നത്. ഹായ് മനുവേട്ടാ, ഹായ് അങ്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണമോൾ വരുന്നുണ്ട്. പിന്നെ ഗംഗാധരൻ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് തിരിച്ചു പോവാണ്, അപ്പോൾ നിങ്ങളെയെല്ലാം വന്ന് ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് വന്നതാണ് എന്ന് ഗംഗാധരൻ പറയുന്നുണ്ട്. ഞാനെന്നാ ബാലചന്ദ്രനെ പോയി കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാധരൻ മുകളിലേക്ക് പോകുന്നുണ്ട്. നിൻ്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു എന്ന് മനു കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നാൽ പോയിരുന്ന് പഠിക്ക് എന്നെല്ലാം മനു കൃഷ്ണനോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ചായ എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് അലീന പോകുന്നുണ്ട്. ചായ ഇടാൻ പോയ അലീനയുടെ പുറകെ പോകുന്ന മനു അലീന ചായ ഇടുന്നത് നോക്കി ഒരു പുഞ്ചിരിയോടെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അലീന ചോദിക്കുന്നുണ്ട്, എന്താ മനുവേട്ടാ കൊല്ലപ്പള്ളിയിലെ വിശേഷമൊക്കെ എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കണേ എന്ന് അലീന മനുവിനോട് ചോദിക്കുന്നുണ്ട്. അവിടെ എന്ത് വിശേഷം? വെളിച്ചം വന്നതോടുകൂടി തീവ്രവാദികളെല്ലാം അവിടെ ഒതുങ്ങി. അതാരാ അവിടെ തീവ്രവാദികൾ? അലീന ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, അച്ഛനും കൊച്ചച്ഛനുമെല്ലാം തീവ്രവാദികളായിരുന്നല്ലോ. ഇപ്പോൾ വെളിച്ചം വന്നതുകൊണ്ട് അവരെല്ലാം മിതവാദികളും സമാധാനപ്രിയരും ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അലീന, ഓ അത് ഞാൻ കൊല്ലപ്പള്ളിയിലേതാണെന്ന് അറിഞ്ഞതുകൊണ്ടല്ലേ, ഞാൻ മാഡത്തിൻ്റെ മോളാണെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് അലീന. മനു പറയുന്നുണ്ട്, അറിയാത്ത ചിലരും ഉണ്ട് അവിടെ തീവ്രവാദികളായിട്ട് ഇനിയും ബാക്കി, അവരെല്ലാം കാര്യമെന്താണെന്നറിയാതെ അന്തം വിട്ടിരിക്കുക എന്ന് പറയുന്നുണ്ട് രഞ്ജിനി, ബബിത, ഹരിത, അങ്ങനെ എല്ലാവരും. ഓ അങ്ങനെയെങ്കിലും കൊല്ലപ്പള്ളിക്കാർക്ക് എന്നോടുള്ള വിരോധം മാറിയല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നുണ്ട് അലീന. അത് കഴിഞ്ഞ് അലീന ചായ എടുത്ത് മനുവിന് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഗുഡ് ന്യൂസ് എന്താ എന്നൊക്കെ മനു അലീനയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇവിടെ എന്ത് വിശേഷം, ഇവിടെ ഞങ്ങൾ അച്ഛനും മക്കളും കൂടി അരിയൊക്കെ വെച്ച് വേവിച്ച് കഴിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന മനു പറയുന്നുണ്ട്, ഓ അരിയൊക്കെ ഉണ്ടല്ലോ അല്ലേ എന്നൊക്കെ കളിയായി അലീനയോട് ചോദിക്കുന്നുണ്ട്. തീരുമ്പോൾ പറയണേ എന്നും പറഞ്ഞിട്ട് മനു ചിരിക്കുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, മനുവേട്ടനെ ഇങ്ങോട്ട് കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മനു പറയുന്നുണ്ട്,
അയ്യോടി, എന്നെ കാത്തിരിക്കുന്ന ഒരാള്. ഞാനിവിടുന്ന് ഉള്ളപ്പം മാത്രം ചിരിയും വർത്തമാനം. ഞാനിവിടുന്ന് അങ്ങ് പോയി കഴിഞ്ഞാലോ ഷട്ടർ അങ്ങിടും. പിന്നെ ഒരു മിസ് കോള് പോലുമില്ല എന്ന് മനു പറയുന്നുണ്ട്. ആ, നമ്മളെ കോർത്തിട്ട് വേണ്ടേ എന്ന് മനു പറയുന്നുണ്ട്. അപ്പോൾ അലീന അത് കേട്ടിട്ട് വിഷമത്തോട് പറയുന്നുണ്ട്, അയ്യോ അങ്ങനെ പറയല്ലേ മനുവേട്ടാ, ഞാൻ ഓർക്കാറുണ്ട്, ഓരോ ദിവസവും ഞാൻ ഓർക്കാറുണ്ട് എന്ന് അലീന പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന മനു ചോദിക്കുന്നുണ്ട്, റിയലി? അത് കേൾക്കുന്ന അലീന പറയുന്നുണ്ട്, സത്യം. അത് കേട്ട് കഴിയുമ്പോൾ മനു കുറച്ച് നേരം നിന്നതിന് ശേഷം അലീനയോട് ചോദിക്കുന്നുണ്ട്, കാണാൻ തോന്നാറുണ്ടോ എന്നെ? അങ്ങനെ ചോദിക്കുമ്പോൾ അലീന എന്താ പറയുക, അന്തം വിട്ടു മുഖത്തോടു കൂടി തന്നെ മനുവിനെ നോക്കുന്നുണ്ട്. ശേഷം അവൾ താഴേക്ക് നോക്കുന്നുണ്ട്, മുഖത്തു നിന്നും മനുവിൻ്റെ മുഖത്തു നിന്നും കണ്ണ് മാറ്റുന്നുണ്ട്. എന്നാൽ യാതൊരു കുലുക്കവുമില്ലാത്ത മനു അലീനയുടെ മുഖത്തും അലീനയുടെ കണ്ണിലും തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. വളരെ സ്നേഹത്തോടെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു മെലഡി സോങ് പ്ലേ ചെയ്ത് കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനയുടെ കൈയെല്ലാം ചേർത്ത് പിടിക്കുന്നുണ്ട് മനു. കുറച്ച് നിമിഷം അവരങ്ങനെ നിന്നതിന് ശേഷം അലീനയോട് മനു ചോദിക്കുന്നുണ്ട്, എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന അലീന കുറച്ച് നേരം ഒന്ന് ആലോചിച്ചതിന് ശേഷം എന്ന് മൂളി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പക്ഷേ എന്ന് അലീന പറയുമ്പോഴേക്കും അലീനയുടെ കൈയെല്ലാം മനു ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരിക്കും. ആ സമയത്താണ് നമ്മുടെ സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് കൃഷ്ണമോൾ അവിടേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെപ്രാളപ്പെട്ട് മനു അലീനയുടെ കൈയെല്ലാം വിടുകയും ചെയ്യുന്നുണ്ട്. രണ്ടുപേരും വേഗം തന്നെ കൈയെല്ലാം വിട്ട് മാറി തിരിഞ്ഞു നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ചേച്ചി എന്ന് വിളിച്ചു വരുന്ന കൃഷ്ണയ്ക്ക് കാര്യം മനസ്സിലാകുകയും ഞാൻ ശല്യമായോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കേൾക്കുന്ന മനു പറയുന്നുണ്ട്, പിന്നെ ശല്യമായി എന്ന് പറയുന്നുണ്ട്. നീ എന്തിനാ, ഞങ്ങളിപ്പോൾ ഇവിടെ സ്വകാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, നീ എന്തിനാ വന്നേ എന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണനോട്. എല്ലാം നീ കലക്കീന്ന് പറയുന്നുണ്ട് മനു. അത് കേൾക്കുന്ന കൃഷ്ണ പറയുന്നുണ്ട്, ആ അങ്ങനെ ഇപ്പോൾ എൻ്റെ അലീന ചേച്ചിയെ കൊല്ലപ്പള്ളിയിലേക്ക് കടത്താമെന്ന് വിചാരിക്കേണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട് കൃഷ്ണ. അത് കേൾക്കുന്ന അലീന കൃഷ്ണയെ ചെറുതായിട്ടൊന്ന് താക്കിയതുപോലെ പറയുന്നുണ്ട്, ഇതേ കൃഷ്ണ വേണ്ടാട്ടോ എന്ന് പറയുന്നുണ്ട് അലീന. അച്ഛൻ എൻ്റെ മോളെ എന്ന് അലീന ചോദിക്കുന്നുണ്ട്. അതിന് കൃഷ്ണ പറയുന്നുണ്ട്, അച്ഛനും മകളും കൂടി ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട്. കൃഷ്ണൻ നിൽക്കുന്നുണ്ടെങ്കിലും അലീനയും മനുവും പരസ്പരം കണ്ണുകൾ കൊണ്ട് കഥ പറയുന്നത് നമുക്കും മനസ്സിലാവുന്നുണ്ട്, കൃഷ്ണക്കും മനസ്സിലാവുന്നുണ്ട്. ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് ബാലചന്ദ്രനെയും ഗംഗാധരനെയുമാണ്. അവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നുണ്ട്. ബാലചന്ദ്രനോട് ഗംഗാധരൻ കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളുടെ ജീവിതമെല്ലാം പകുതിയും തീർന്നില്ലേ, ഇനിയുള്ള ജീവിതം സന്തോഷകരമായി എല്ലാം മറന്ന് മുൻപോട്ട് പൊക്കൂടെ എന്നെല്ലാം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്. നമ്മളുടെ മക്കളുടെ ഭാവി അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിനെല്ലാം എന്താണ് ഒരു ഗുണം എന്നെല്ലാം ഗംഗാധരൻ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ മാനസികാരോഗ്യവും എല്ലാം തകരുവാനേ ഇതെല്ലാം കൊണ്ട് സാധിക്കുകയുള്ളൂ എന്നെല്ലാം ഗംഗാധരൻ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് എല്ലാം തകരും എന്നെല്ലാം ഗംഗാധരൻ പറയുന്നുണ്ട്. ഇതുകൊണ്ട് ആർക്കാണ് പ്രയോജനം? വൈജയ്ക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ബാലചന്ദ്രൻ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നെല്ലാം ഗംഗാധരൻ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി വന്നോണം, കേണലളിയ ഇതൊക്കെ ഈ മഹദ്വചനങ്ങൾ എല്ലാം കൊള്ളാം എന്നെല്ലാം പറയുന്നുണ്ട് ബാലചന്ദ്രൻ. പക്ഷേ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ പോലെയുള്ള അഹങ്കാരമാണ് നിങ്ങളുടെ പെങ്ങൾക്ക് എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ക്ഷമിക്കാൻ തയ്യാറുള്ളവർ കൊടുമുടി കയറി വന്ന് എൻ്റെ കാലുപിടിച്ച് ക്ഷമ പറയോ എന്നെല്ലാം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് എൻ്റെ കാല് പിടിക്കാൻ പറയോ നിങ്ങളുടെ അനുജത്തിയോട് എന്നെല്ലാം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ നിമിഷം അവളുടെ എൻ്റെ ഭർതൃ പദവി ഞാൻ ഉപേക്ഷിക്കും എന്ന് തന്നെ ബാലചന്ദ്രൻ തറപ്പിച്ച് പറയുന്നുണ്ട്. ഞാനായിട്ടൊന്നും ചെയ്യില്ല, അവളുടെ നാശം അത് അവൾ തന്നെ ചെയ്യും, അവൾ തന്നെ നാശം കാണും എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്.